സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം, ഒരു ഭാഗത്ത് ഇറാൻ, മറുഭാഗത്ത് ഇസ്രയേലും യു എസും. അപ്പോൾ യുദ്ധം ഇപ്പോൾ 90 ദിവസം പിന്നിടുന്നു. സാർ, ഈ യുദ്ധം അടുത്തെങ്ങാനും തീരാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഈ യുദ്ധത്തിൻ്റെ ഭാവി എന്തായിത്തീരും? ഇങ്ങനെയുള്ള കുറച്ച് ആശങ്ക ഈ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വളരെയധികമുണ്ട്. 90 ദിവസം കഴിഞ്ഞു, ഇപ്പോഴും യുദ്ധത്തിനൊരു അറുതി ഉള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. സാർ, എന്താണ് സാർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? യുദ്ധം അടുത്തെങ്ങാനും തീരാനുള്ള സാധ്യത ഉണ്ടോ? ഒരു 90 ദിവസത്തോളമായി അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്തും, മറുഭാഗത്ത് ഇറാനുമായി നിൽക്കുന്ന ഈ യുദ്ധം തുടങ്ങിയിട്ട്. ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കയ്ക്ക് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായി, അതായത് ഗോളുകൾ പക്ഷെ അതൊന്നും തന്നെ അവർക്ക് പ്രാപ്തിയിലെത്തിക്കാൻ പറ്റിയില്ല. യുദ്ധം ഒരു തമാശയ്ക്ക് ഏർപ്പെടുന്ന ഒരു പ്രവൃത്തിയല്ല. അതൊരു ഗോദയിൽ 2 മല്ലന്മാർ പ്രദർശന യുദ്ധം നടത്തുന്നതുമല്ല. യുദ്ധം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏർപ്പെടുന്ന ഒരുപാട് നഷ്ടം സഹിക്കുന്ന ഒരു ദുരന്ത പ്രക്രിയയാണ്. ഇവിടെ അതൊരു ഭാഗത്തേക്ക് 2-3 തവണ ഇതിനിടയ്ക്ക് സമാധാന സംഭാഷണം ഉണ്ടായി, ഇടയ്ക്ക് വെടിനിർത്തലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അതെല്ലാം ലംഘിച്ചു. അമേരിക്കയുടെ MQ-9B റീപ്പർ ഡ്രോൺ ഇറാൻ വെടിവെച്ചു. അതിനെ തുടർന്ന് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ ആയുധശാലകളും ഒക്കെ അമേരിക്കയുടെ അവകാശവാദം അനുസരിച്ച് 59 കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചു, നാശനഷ്ടങ്ങൾ വരുത്തി. ഇറാൻ തിരിച്ച് അമേരിക്കയുടെ പല ആർമി സെന്ററുകൾ ആക്രമിച്ചു. ഗൾഫിലേക്ക് വീണ്ടും മിസൈൽ അയച്ചു. അതായത് യുദ്ധം അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, തീർന്നിട്ടില്ല. യുദ്ധം തുടങ്ങുമ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം ഇറാനിലെ ഷിയ തിയോക്രസി എന്ന് പറയുന്ന, അതായത് മതഭരണകൂടത്തെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെ കൊണ്ടുവരും എന്നായിരുന്നു. അന്നൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാനിൽ നടക്കുന്ന ജനകീയ മുന്നേറ്റങ്ങളെക്കുറിച്ച്, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ച്, വനിതാ സമരങ്ങളെക്കുറിച്ച് ഒക്കെ വാർത്തകൾ കൊടുക്കുമായിരുന്നു. ഇപ്പൊ അവരതൊന്നും വാർത്ത കൊടുക്കുന്നില്ല. അതൊക്കെ തന്നെ ഇല്ലാതായിപ്പോയി. അതായത് ഇറാനിലെ ഷിയ ഭരണകൂടത്തെ മാറ്റി പുതിയൊരു ഭരണകൂടത്തെ, ജനാധിപത്യ ഭരണകൂടത്തെ കൊണ്ടുവരിക എന്നുള്ള ആശയത്തിൽ അമേരിക്ക അമ്പേ പരാജയപ്പെട്ടു. അതാണ് ആദ്യത്തെ വിലയിരുത്തൽ. രണ്ടാമത്തെ കാര്യം, ഈ യുദ്ധത്തിന് മുമ്പ് ഹോർമൂസ് ഉൾക്കടലിലൂടെ സമാധാനപരമായിട്ടും സ്വതന്ത്രമായിട്ടും വ്യാപാരം നടന്നിരുന്നു. എണ്ണയും പ്രകൃതിവാതവും കയറ്റിയ കപ്പലുകൾ ആ ഹോർമൂസ് കടലിടുക്ക് വഴി നീങ്ങിയിരുന്നു. അതുപോലെ മറ്റു ചരക്കുകൾ വഹിക്കുന്ന കണ്ടെയ്നർ കപ്പലുകൾ നീങ്ങിയിരുന്നു. ആരും ഇടപെട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലായി. മാത്രവുമല്ല, അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം കൊടുക്കേണ്ട ഗതികേട് പോയി. അപ്പോൾ അമേരിക്ക കയ്യിലിരുന്ന ഒരു സാധനവും നഷ്ടപ്പെടുത്തി. മൂന്നാമത്തേത്, അമേരിക്കയ്ക്ക് ഗൾഫിൽ ഉടനീളം സൈനിക താവളങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വ്യോമത്താവളം അമേരിക്കയുടേത് ഖത്തറിലാണ്. അതുപോലെ തന്നെ അബുദാബിയിലുണ്ട്. സൗദിയിലെ പ്രിൻസ് സൽമാൻ ഇന്റർനാഷണൽ എയർപോർട്ട് അമേരിക്കയും കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഒമാനിൽ പലയിടത്തുണ്ട്. അമേരിക്കയുടെ 5ാം നാവികപ്പടയുടെ ആസ്ഥാനം ബഹ്റിനാണ്. ഇതൊക്കെ ഇത്തരം അമേരിക്കയുടെ സൈന്യമൊക്കെ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ സ്ഥലം ഉപയോഗിക്കുമ്പോൾ അവർക്ക് വാടക കൊടുക്കണ്ടല്ലോ. അതിന് പകരം അവരിങ്ങോട്ട് പൈസ കൊടുക്കും. അതെന്തിനാണെന്ന്, ഈ മണ്ടത്തരം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ധാരണ അമേരിക്കൻ സൈന്യം അവിടെ ഉള്ളതുകൊണ്ട് വേറെ ആരും അവരെ ആക്രമിക്കില്ല എന്ന്. അതും തെറ്റാണെന്ന്. അമേരിക്കയുടെ സൈന്യം ഗൾഫിൽ ഉണ്ടെങ്കിലും അതിന് പുല്ലുവിലയാണ് ഗൾഫിൽ. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇഷ്ടമുള്ള പോലെ അമേരിക്കയുടെ സൈന്യം ഈ ഗൾഫിനെ മുഴുവൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതായത് ഗൾഫിന് സുരക്ഷിതത്വം കൊടുക്കാൻ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു. നാളെ അവർ അമേരിക്കയോട് ഇറങ്ങി പോകാൻ പറഞ്ഞാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട. പിന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പം അയ്യപ്പദാസ് സൂചിപ്പിച്ച പോലെ ലെബനോണും ഇസ്രായേലും തമ്മിൽ വീണ്ടും യുദ്ധത്തിലായി. ലെബനോന്റെ ചില ഭാഗങ്ങളൊക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തു. ലെബനോന് ഇറാന്റെ ഒരു സഖ്യകക്ഷിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ യുദ്ധം ഇനി ഞാൻ പറയാനൊരു കാര്യം വിട്ടുപോയത് ഇതിന്റെ സാമ്പത്തിക പ്രത്യാഘാതമാണ്. ഈ യുദ്ധത്തിന് ശേഷം എണ്ണ, പ്രകൃതിവാതകം ഈ രണ്ട് ഊർജ ഉൽപ്പന്നങ്ങളുടെ വില ലോകമെമ്പാടും വർദ്ധിക്കുകയും ഇതിന്റെ ലഭ്യത പലയിടത്തും കുറയുകയും ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധം കൊണ്ട് അമേരിക്ക ലോകത്തിനെ കഷ്ടപ്പെടുത്തിയല്ലാതെ ഒരു പ്രയോജനവും അമേരിക്കയ്ക്ക് കിട്ടിയില്ല. സത്യത്തില് അമേരിക്കയുടെ പരിമിതികൾ, ബലഹീനതകൾ ഇതൊക്കെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കപ്പെടുന്ന ഒരു യുദ്ധമായിട്ട് ഇറാൻ യുദ്ധം മാറിയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും അതൊരു അപമാനമാണ്. അമേരിക്ക പണ്ടും ഇറാനിൽ പോയി പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് 1980 ഇറാനിലെ ഷിയ ഭരണകൂടം, അന്ന് അയത്തുള്ള റൂഹുല്ല ഖുമൈനി ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത കാലമാണ്. അവര് അമേരിക്കയുടെ ഇറാനിലെ എംബസി, ടെഹ്റാനിലെ എംബസി വളയുകയും അമേരിക്കയുടെ ഉദ്യോഗസ്ഥരെ ചാരന്മാരെന്ന് ആക്ഷേപിച്ചിട്ട് അവരെ ബന്ദികളാക്കുകയും ചെയ്തു. അവരെ മോചിപ്പിക്കാനായിട്ട് അമേരിക്ക ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. ആ ഓപ്പറേഷൻ അമ്പെ പരാജയപ്പെട്ടു. ചില അമേരിക്കൻ സൈനികർ മരിച്ചു, ചില അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥർ മരിച്ചു, കുറേ ഇറാൻകാരും മരിച്ചു. അമേരിക്കൻ സൈന്യം ജീവനും കൊണ്ട് അവിടുന്ന് ഓടേണ്ടത്. ആ ഒരു പരാജയത്തിന് ശേഷം വീണ്ടും അമേരിക്കയുടെ വാട്ടർലൂ ആവുകയാണ് ഇറാൻ യുദ്ധം. അതായത് ഇത് ഞാൻ പറയുമ്പോൾ അമേരിക്കയെ സ്നേഹിക്കുക, അമേരിക്കയെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. അമേരിക്കയ്ക്ക് ഇറാനിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകണമെങ്കിൽ അമേരിക്കൻ സൈന്യം ഇറാന്റെ മണ്ണിലിറങ്ങി പോരാടണം. അമേരിക്കൻ സൈന്യത്തിന് അതിനുള്ള ശേഷിയില്ല. അമേരിക്കൻ സൈന്യം അവിടെ ഇറങ്ങിയാൽ നൂറുകണക്കിന് അമേരിക്കൻ സൈനികർ മരിച്ചു വീഴും. അങ്ങനെ മരിച്ചു വീണാൽ അമേരിക്കയിൽ വലിയ ആഭ്യന്തര പ്രക്ഷോഭം ഉണ്ടാകും. ആകാശത്തിലെ സുപ്പീരിയോറിറ്റി, എയർ സുപ്പീരിയോറിറ്റി നേടിയെടുത്തു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ അതും തെറ്റാണെന്ന് തെളിയുന്നു. അമേരിക്കയുടെ ഏറ്റവും മികച്ച ഒരു ഡ്രോണാണ് MQ-9B റീപ്പർ. ആ MQ-9B റീപ്പർ ഡ്രോണും ഇറാൻ വെടിവെച്ചിട്ടു. എവിടെയാണ് അമേരിക്കയ്ക്ക് നേട്ടം ഉണ്ടായത്? ₹1 നേട്ടം അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ വ്യോമ ആധിപത്യം പോലും ചോദ്യം ചെയ്യപ്പെട്ടു. കരയിലോട്ട് ഇറങ്ങാൻ ഒരു സൈനികൻ പോലും തയ്യാറാണ്. അതായത് ഈ യുദ്ധം അമേരിക്ക ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു തിരിച്ചടിയാണെന്ന് ഞാൻ പറയും. ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം ഞാൻ പറയാം. ഗൾഫ് ഇതുവരെ എല്ലാ കാര്യത്തിനും അമേരിക്കയെ മാത്രം ആശ്രയിച്ചത്. ഇനി അവര് അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന പരിപാടി നിർത്തും. പകരം അവര് റഷ്യ, ചൈന, ഇന്ത്യ ഈ 3 രാജ്യങ്ങളുമായിട്ടും വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കും. അത് സാമ്പത്തികവും സൈനികവും മറ്റു രീതിയിലുമുള്ള ബന്ധങ്ങളായിരിക്കും. ഉദാഹരണത്തിന് UAE ഇന്ത്യയുമായിട്ട് സൈനിക, സാമ്പത്തിക വലിയ ബന്ധം തുടങ്ങിക്കഴിഞ്ഞു. ഒരുപാട് കരാറുകളിൽ ഒപ്പു. ഈ അടുത്ത കാലത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് 2 തവണ കൂടിക്കാഴ്ച നടത്തി. അതുപോലെ തന്നെ ചൈനയ്ക്ക് ഈ പ്രദേശത്തുള്ള സ്വാധീനം വർദ്ധിക്കും. റഷ്യയിൽ നിന്നും വീണ്ടും ആയുധങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാവും. അതായത് ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ പതനത്തിൻ്റെ തുടക്കമാണ്. ഇത് അല്ല എന്ന് മറിച്ച് ചിന്തിക്കാൻ ഒരു ന്യായവും ഞാൻ കാണുന്നില്ല. അതല്ല എന്ന് ഞാൻ പറയണമെങ്കിൽ അമേരിക്കയുടെ ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും വരണമെങ്കിലും സാധിക്കണം. ഒന്നീ ഹോർമൂസിൻ്റെ മേൽ ഇറാൻ്റെ നിയന്ത്രണം ഇല്ലാതാക്കണം, അവിടുത്തെ ഷിയ ഭരണകൂടത്തെ മാറ്റണം, അവരുടെ ആ അണുവായുധം, അതായത് അവരുടെ കയ്യിലുള്ള യുറേനിയം മുഴുവൻ തിരിച്ചു കിട്ടി 90% എൻറിച്ച് ചെയ്യപ്പെട്ട അവരുടെ യുറേനിയം തിരികെ കൊണ്ടുവരാനോ എന്തെങ്കിലുമൊക്കെ ലോകത്തെ കാണിക്കാനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ അമേരിക്ക അമ്പെ പരാജയപ്പെട്ടു എന്നല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. അതിലൊരു യുക്തിയുമില്ല. അത് ആരെന്തൊക്കെ പറഞ്ഞാലും ശരി,
സത്യത്തെ നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല. സ്വർണ്ണപാത്രം സാർ കൊണ്ട് അപ്പോൾ മൂടി വെച്ചാലും സത്യം. അതെ അതെ കറക്റ്റ് വയലാർ പറഞ്ഞ പോലെ അതെ സാർ. അപ്പോഴേ സാർ നമുക്ക് ഇതിൻ്റെ ഒരു ചുരുക്കെഴുത്തുന്ന രീതിയിൽ നമ്മുടെ സംസാരത്തിൽ നമ്മളിപ്പോൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലെബനനിൽ ആക്രമിക്കുന്നു, ലോകരാഷ്ട്രങ്ങൾ ഇത് നിർത്തിക്കാണണം എന്ന് ആഗ്രഹിക്കുന്നു. സാർ ഇതിനൊരു പരിസമാപ്തി ഇപ്പോൾ അമേരിക്ക US പിടിക്കുന്ന ആ ഒരു ബലം പിടുത്തം ഇറാൻ അതിനെ ഒട്ടും മൈൻഡ് ചെയ്യുന്നുമില്ല. ഹോർമൂസിൽ ഹോർമൂസ് വെച്ച് അവർ വിലപേശുകയും ചെയ്യുന്നു. സാർ ഇതിനൊരു എന്തായിരിക്കും സാർ ഇതിൻ്റെ ഒരു പരിസമാപ്തി എന്ന് താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. പെട്ടെന്നൊരു പരിസമാപ്തി ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. കാരണം അമേരിക്കയെ സംബന്ധിച്ച്, ഇറാനെ സംബന്ധിച്ച് അമേരിക്കയുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇറാനിലെ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉള്ളത്, ഇറാനിൽ പരമോന്നത നേതാവായി പണ്ട് അയത്തുള്ള അലി ഖമനേയി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ അമേരിക്ക കൊന്നു. അദ്ദേഹത്തിന്റെ മകൻ മൊസ്താബ ഏതാണ്ട് ജീവച്ഛവമായിട്ട് കിടക്കുകയാണ്. ഇയാളുടെ പേരിൽ പ്രസ്താവന ഇറക്കുകയാണ്. അങ്ങനെ ഒരു പരമോന്നത നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ അയാളുമായിട്ട് ഡീല് ചെയ്യാമായിരുന്നു. ഇപ്പോൾ അതിനുള്ള സാധ്യത ഇല്ലാതെ. ഇനി മറ്റൊരു വിഷയം, ഇപ്പോൾ ഇറാന്റെ നിയന്ത്രണം അവിടുത്തെ ഇസ്ലാമിക സൈന്യത്തിൻ്റെ, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്ന് പറയുന്ന സൈന്യത്തിൻ്റെ ഒരു സംഘം ആൾക്കാരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് അങ്ങനെ ഒരു പരിസമാപ്തി ഉണ്ടാകാൻ പോകുന്നില്ല. അമേരിക്ക മുഖം രക്ഷിക്കാനായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു വെടിനിർത്തലും പ്രഖ്യാപിച്ച അമേരിക്ക ഇവിടുന്ന് ഇവിടുന്ന് പോകും. ഇസ്രായേൽ തൽക്കാലം ഇപ്പോൾ പതുക്കെ പിന്മാറിയിരിക്കുകയാണ്. ഇസ്രായേല് ലെബനോണിൽ ഇറാന്റെ സഖ്യകക്ഷികളെ കീഴടക്കിക്കൊണ്ട് അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കും. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇറാന് വീണ്ടും യുറേനിയം എൻറിച്ച്മെന്റ് നടത്തും. അങ്ങനെ ഒരു അവസരത്തിൽ ഇത് സാധാരണഗതിയിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഒന്നുകിൽ ഒരു അണ്വായുധ പ്രയോഗം ഉണ്ടാകുമോ? സാധ്യത കുറവാണ്. അങ്ങനെ ഉണ്ടായാൽ യുദ്ധത്തിനൊരു ബലം കാണും. അതല്ലെങ്കിൽ പിന്നെ തൽക്കാലത്തേക്ക് വെടിനിർത്തലുമായിട്ട് തിരിച്ചു പോകും. കാര്യങ്ങൾ പിന്നെ ശങ്കരൻ തെങ്ങി തന്നെ എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ കാര്യങ്ങൾ നിൽക്കും. പെട്ടെന്നൊരു ശുഭപ്രതീക്ഷയ്ക്ക് എനിക്ക് സാധ്യത തോന്നുന്നില്ല. പക്ഷെ അതേസമയം ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇനി അമേരിക്ക നീങ്ങുമെന്നും തോന്നുന്നില്ല. അപ്പോൾ അത് ഒരു തരത്തിൽ നമുക്ക് ആശ്വസിക്കാം. ആ യുദ്ധത്തിന്റെ തീക്ഷ്ണതയൊന്ന് കുറയും നിശ്ചയമായിട്ടും. ഇടയ്ക്കിടയ്ക്കുള്ള ഇതുപോലെ സ്പൊറാഡിക് അറ്റാക്സ് എന്ന് പറയുന്ന അത്തരം ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങും. ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി.